ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ വീണ്ടും ദൈവവചനമായി സന്ദർശിപ്പാൻ കർത്താവ് ഇടയാക്കിയതിനെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വചനം, മാറ്റമില്ലാത്ത കർത്താവിൻ്റെ വചനം നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ, ഒരുമിച്ച് ധ്യാനിപ്പാൻ കർത്താവ് ഇടയാക്കുന്നത് എത്രയോ വലിയ ഭാഗ്യമല്ലേ. കർത്താവിൻ്റെ വചനം മാറാത്ത വചനമാണ്, ജീവിപ്പിക്കുന്ന വചനം. ഹല്ലേലൂയ, ജീവൻ നൽകുന്ന വചനം, ഇല്ലാത്തതിന് ഉളവാക്കുന്ന വചനം. കർത്താവിൻ്റെ വചനം ഇന്നും ജീവനോടെ, അതായത് മരണമെന്ന് തോന്നുന്ന സ്ഥലത്തെല്ലാം, ഇരുട്ടെന്ന് തോന്നുന്ന സ്ഥലത്തെല്ലാം, തോൽവി എന്ന് തോന്നുന്ന സ്ഥലത്തെല്ലാം ജയത്തെ വിതച്ച് ജീവനെ തന്ന് ഉയർച്ച തന്ന് നടത്തുന്ന ഒരു കർത്താവ്. ആമേൻ. ആ കർത്താവിൻ്റെ വചനത്തിൻ്റെ അധികാരവും അത് തന്നെയാണ്. പിന്നെ നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ വചനം ധ്യാനിക്കുമോ? നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും ഈ വചനം ക്രിയ ചെയ്യും. ഞാനിത് സംസാരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നതേ ഉള്ളൂ, അല്ലേ? നമ്മൾ കേൾക്കുന്നു, അത് മാത്രമല്ല. നമുക്കിപ്പം നിങ്ങളിപ്പോൾ എന്നെ കാണുന്നു, ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കാണുന്നു, എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദം നിങ്ങൾ കേൾക്കുന്നു. അത്രയും നമ്മളിപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് സംഭവിക്കുന്നു, നേരിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ അതിനപ്പുറത്ത് ആത്മമണ്ഡലത്തിൽ വേറൊരു കാര്യം നടക്കുക. എന്ത് നമ്മൾ പറയുന്നു, എന്ത് നമ്മൾ എഗ്രി ചെയ്യുന്നു, അതിനകത്ത് സ്വർഗത്തിലെ അപ്പൻ ഇറങ്ങി ഇടപെടുക. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ദൈവവചനം കേൾക്കുമ്പോൾ ആ ദൈവവചനത്തോട് ചേർന്ന് ആമേൻ ജീവിപ്പിക്കുമെന്നും, കർത്താവ് എന്ത് ചെയ്യുമെന്ന് നമ്മളോട് വാക്ക് പറഞ്ഞിട്ടുണ്ടോ അതിനെ ഒന്ന് കണ്ടുകൊണ്ട്, അതിനൊന്ന് വിശ്വസിച്ചുകൊണ്ട്, ഹല്ലേലൂയ, അതിനൊന്ന് അറിഞ്ഞുകൊണ്ട് ഈ തുടർന്നുള്ള നിമിഷങ്ങളിലായിരിക്കാമോ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അസാധാരണ കാര്യങ്ങൾ ചെയ്യും. ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവവചനത്തിൽ ചിന്തിക്കാനായിട്ട് കൊരിന്ത്യ ലേഖനം, 2 കൊരിന്ത്യ ലേഖനം, അതിൻ്റെ 3-ാം അധ്യായം, 2 കൊരിന്ത്യ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായം 17-ാം വാക്യം. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ ഈ കൊരിന്ത്യ ലേഖനത്തിൻ്റെ, ഈ 2 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായത്തിൽ മോശയുടെ പ്രമാണത്തെക്കുറിച്ച്, അതായത് അക്ഷരത്തിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചും ആത്മാവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചും ഉള്ള വ്യത്യാസങ്ങളൊക്കെ വിശദമായിട്ട് പൗലോസ് പറഞ്ഞു വരികയാണ്. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു, ഞങ്ങൾ ആത്മാവിൻ്റെ ശുശ്രൂഷകരാക്കി ദൈവം ഞങ്ങളെ വെച്ചു. ഇതെല്ലാം തുടർന്ന് പറഞ്ഞു വന്നിട്ട് പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. മോശയുടെ പ്രമാണം നിങ്ങൾ ഇപ്പോഴും വായിക്കുമ്പോൾ മൂടുപടം കിടക്കുക, മൂടുപടം നിങ്ങളുടെ മേൽ കിടക്കുക. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെ മൂടുപടം നിങ്ങളുടെ മേൽ കിടക്കുക. പക്ഷേ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ക്രിസ്തുവിൽ അത് നീങ്ങിപ്പോയി. എന്ത്? മൂടുപടം നീങ്ങിന്നല്ല, ന്യായപ്രമാണം തന്നെ, അതായത് ന്യായപ്രമാണവും ന്യായപ്രമാണ പ്രകാരം നിമിത്തം വരുന്ന പ്രകാശവും അതിനുവേണ്ടി വരുന്ന മൂടുപടവും ഇതെല്ലാം മാറിപ്പോയി. ഇവിടെ ക്രിസ്തുവിൽ ഇനി ഒരു പ്രമാണത്തിന് കീഴിലല്ല, പകരമായിട്ട് ക്രിസ്തുവിലാണ്. പക്ഷേ ക്രിസ്തുവിലാണെന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നതിൽ നല്ലത് ഒരു ഫ്രീഡം എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ക്രിസ്തുവിൽ നമ്മൾ ലിമിറ്റ് ചെയ്യപ്പെടുകയില്ല, ക്രിസ്തുവിൽ നമ്മൾ സ്വതന്ത്രരാകുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലായപ്പോൾ നമുക്ക് എന്തും ചെയ്യാനുള്ള ഫ്രീഡം അല്ല കിട്ടിയത്. ക്രിസ്തുവിൽ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യാനുള്ള അധികാരം, സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയിരിക്കാം. മുമ്പ് പാപം നമ്മളെ വാണുകൊണ്ടിരുന്നപ്പോൾ, തിന്മകളും നെഗറ്റീവും നമ്മളെ വാണുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് ക്രിസ്തു ആഗ്രഹിക്കുന്ന പോലെ, ക്രിസ്തു നമ്മളെക്കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നു അങ്ങനെ എത്താൻ പറ്റിയില്ല, അങ്ങനെ ആകാൻ പറ്റിയില്ല, അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റിയില്ല. പക്ഷേ ക്രിസ്തുവിലായപ്പോൾ, ആത്മാവ് വന്നപ്പോൾ, ക്രിസ്തുവിലേക്ക് തിരിഞ്ഞപ്പോൾ, ക്രിസ്തു എന്താഗ്രഹിക്കുന്നു, ദൈവവചനം എന്തു പറയുന്നു, പരിശുദ്ധാത്മാവ് എന്താഗ്രഹിക്കുന്നു, അതായി തീരാനായിട്ട് സാധിച്ചു. അതാകാനായിട്ട് ഉള്ള കൃപ ലഭിച്ചു. അപ്പം ഇവിടെ ഈ 2 കൊരിന്ത്യ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്നത് കർത്താവ് ആത്മാവാകുന്നു,
കർത്താവ് ആത്മാവാകുന്നു എന്ന് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ആത്മാവ് ജീവിപ്പിക്കുന്നു. ആത്മാവ് ജീവിപ്പിക്കുന്നു. ഇവിടെ പറയുന്നത് കർത്താവ് ആത്മാവാകുന്നു. ജീവിപ്പിക്കുന്നത് ആത്മാവാണ്. റോമാലേഖനത്തിൻ്റെ അതിൻ്റെ 5-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ന്യായപ്രമാണത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്, ന്യായപ്രമാണം അതിൻ്റെ റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, അങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു. അതുപോലെ തന്നെ ഗലാത്യ ലേഖനം 3:21 പറയുന്നു, ജീവിപ്പിപ്പാൻ കഴിയുന്ന ഒരു പ്രമാണം നൽകിയിരുന്നെങ്കിൽ. അപ്പം ഈ പ്രമാണം നൽകിയതിൻ്റെ എല്ലാം ഉദ്ദേശം ജീവിപ്പിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ പ്രമാണത്തിന് ജീവൻ നൽകാൻ സാധിച്ചില്ല. പ്രമാണം കൊണ്ട് അവർ ജീവൻ പ്രാപിക്കാൻ നോക്കി, അവർക്ക് അത് ഇമ്പോസിബിൾ ആയിരുന്നു അവർക്ക്. പക്ഷെ ഇവിടെ പറയുന്നത് ആത്മാവ് ജീവിപ്പിക്കുന്നു. എന്നിട്ട് ഇവിടെ നമ്മൾ ഈ വാക്യത്തിൽ 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്നത് കർത്താവാത്മാവാകുന്നു. അപ്പോൾ മനുഷ്യനെ ജീവിപ്പിക്കാൻ വേണ്ടി നൽകിയ ന്യായപ്രമാണത്തിന് ജീവൻ തരാൻ പറ്റിയില്ല. ആ ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ കർത്താവ് ചെയ്യുക. കർത്താവ് ജീവിപ്പിക്കുന്നു, കർത്താവ് ആത്മാവാകും. എന്നാൽ കർത്താവ് ഉള്ളിടത്ത് എന്താ ഉള്ള? സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ കൃപ എന്ന വാക്കിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത്. കൃപ എന്ന് പറയുന്നത് എന്തും ചെയ്യാനുള്ള ഫ്രീഡം എന്ന അർത്ഥത്തിൽ ചിലപ്പോഴൊക്കെ ചിന്തിക്കപ്പെടാറുണ്ടോ? ഒരിക്കലും അങ്ങനല്ല. കൃപ എന്ന് പറയുന്നത് എന്തും ചെയ്യാനുള്ള ഫ്രീഡം അല്ല. കൃപ എന്ന് പറയുന്നത് ചെയ്യേണ്ടതിനെ ചെയ്യാൻ സാധിക്കുന്ന ഫ്രീഡമാണ്. അപ്പൊ ഇവിടെ ഈ വചനത്തിൽ പറയുന്ന കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ എന്താണ് ഈ സ്വാതന്ത്ര്യം? കർത്താവിൻ്റെ ആത്മാവിനാൽ റോമാലേഖനം 8-ാം അധ്യായം 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ആത്മാവ് നയിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പം ഈ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ നമ്മൾക്കുണ്ടായ പ്രയോജനം, നമ്മളിലുണ്ടായ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ, ആത്മാവ് നയിക്കപ്പെടുന്ന, അതായത് ന്യായപ്രമാണം എന്തുദ്ദേശത്തോടു കൂടിയാണ് ദൈവം ജനത്തിന് നൽകിയത്. ന്യായപ്രമാണം ആ കൽപ്പനകളും അതിൻ്റെ ശിക്ഷകളും ശിക്ഷാവിധിയും അതിൻ്റെ ഇത് ചെയ്യണം, ഇത് ചെയ്യരുത്, ഇത് ചെയ്താൽ ഇന്നത്, അത് ചെയ്താൽ ഇന്നത്, ഈ പ്രമാണമെല്ലാം കർത്താവ് ഇസ്രായേൽ ജനത്തിന് നൽകിയപ്പോൾ, ആ ജനത്തിന് ആ കൽപ്പനകളെല്ലാം ദൈവം നൽകിയപ്പോൾ ദൈവത്തിനും തൻ്റെ ജനത്തെക്കുറിച്ച് ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കർത്താവ് അതിനു വേണ്ടിയിട്ടാണ് പ്രമാണം നൽകിയത്. പക്ഷേ ആ പ്രമാണം നൽകിയെങ്കിലും ജനത്തിന് അവർക്ക് അവിടെ എത്താൻ സാധിച്ചില്ല. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എടുത്താൽ പോകാത്തൊരു മലയായിരുന്നു ന്യായപ്രമാണം. അവർക്ക് റീച്ച് ചെയ്യാൻ കഴിയാത്ത, അവർക്ക് എത്തിപ്പെടാൻ കഴിയാത്തൊരു സ്ഥലമായിരുന്നു. അവരെത്ര കൈനീട്ടിയിട്ടും എത്ര ശ്രമിച്ചിട്ടും എത്താൻ കഴിഞ്ഞില്ല അവർക്കവിടെ. പക്ഷേ ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, ഇവിടെ വചനത്തിൽ പറയുന്നത് അവരവിടെ എത്താൻ സാധിക്കാതെ വണ്ണം അവരുടെ ജീവിതത്തെ എന്തു പറ്റി? പ്രമാണം അവരുടെ ഉള്ളിൽ അത് കിടക്കുക. അവർക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ശ്രമിക്കാഞ്ഞിട്ടല്ല, അവരെ കൊണ്ട് ആവോളം അവർ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് എത്താൻ പറ്റുന്നില്ല. ഇവിടെ ദൈവജനത്തിൽ പറയുന്നത് കർത്താവ് ആത്മാവാണ്. ആത്മാവുള്ളടുത്ത് ഫ്രീഡം ഉണ്ട്. അതായത് അവിടെ നിർബന്ധിച്ച് ചെയ്യാൻ സാധിക്കാതെ പോയത്, നിർബന്ധിച്ച് പറഞ്ഞത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടും അവിടെ നിർബന്ധമുണ്ടായിട്ടും ശിക്ഷയുണ്ടായിട്ടും പല കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടും ചെയ്യാൻ സാധിക്കാതെ പോയതിനെ ഇവിടെ ആത്മാവ് വന്നപ്പോൾ ഒരു എഫേർട്ടും കൂടാതെ, ഒരു നിർബന്ധവും കൂടാതെ, ആമേൻ, ഒരു കുറ്റബോധവും കൂടാതെ, ഒരു തളർച്ചയും കൂടാതെ ചെയ്യാൻ സാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. അതാണ് കർത്താവിലെ സ്വാതന്ത്ര്യം. അതായത് നമ്മൾ ഈ ന്യായപ്രമാണത്തിൽ നിന്ന് ഫ്രീ ആയി എന്ന് പറയുമ്പോൾ ന്യായപ്രമാണത്തിലുള്ളതൊന്നും ചെയ്യാതിരിക്കത്തക്കോണം ഫ്രീ ആയി എന്നല്ല, ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ള, അതാണ് യഥാർത്ഥം. ന്യായപ്രമാണത്തിലുള്ളതിനെ ചെയ്യാൻ, ആ ന്യായപ്രമാണം പറഞ്ഞിട്ടുള്ളതിനെ അതുപോലെ ചെയ്യാനായിട്ട്, അതിൽ ഒരു കുറവുമില്ലാതെ ചെയ്യാനായിട്ട്, പക്ഷെ നമ്മുടെ കഴിവുമല്ല, നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് അത് ചെയ്യുന്നു. അപ്പം അവിടെ സംഭവിച്ചത് എടുക്കാൻ മേലാത്ത, അല്ലെങ്കിൽ ഒരു വിധത്തിലും അങ്ങനെ ചെയ്യാൻ കഴിയത്തില്ല എന്ന് മനുഷ്യൻ തന്നെ വിധിച്ച മേഖലയിൽ
ഇത് ഇവിടെ എത്തുക ഇമ്പോസിബിളാണ്. ഈ ന്യായപ്രമാണം പൂർത്തീകരിക്കുക, ന്യായപ്രമാണത്തിൽ പറയുന്ന പോലെ ജീവിക്കുന്ന, അയ്യോ അത് സാധിക്കത്തില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത്, അത് അസാധ്യമെന്ന് പറഞ്ഞ സ്ഥലത്ത് അതിനെ ലഘുവായി ചെയ്യത്തക്കവണ്ണം പരിശുദ്ധാത്മാവിടെ നൽകി. അപ്പൊ കർത്താവിൻ്റെ ആത്മാവുടെ എന്തുണ്ട്? ഫ്രീഡം, സ്വാതന്ത്ര്യമുണ്ട്. ചെയ്യാതിരിക്കാനുള്ള ഫ്രീഡം അല്ല, ചെയ്യാനുള്ള ഫ്രീഡം. ആമേൻ. ഇപ്പം നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ പലപ്പോഴും പലരുടെയും ജീവിതത്തിനകത്ത് അവർ തോറ്റു പോകുന്നൊരു കാര്യമുണ്ട്. ചിലർ പറയുന്നൊരു വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് എന്നോട് തന്നെ വെറുപ്പാണ്, എനിക്ക് ആരോടും ദേഷ്യമില്ല, എനിക്ക് ആരോടും പണക്കമില്ല, എനിക്ക് വേറെ ആരോടും വെറുപ്പില്ല, എനിക്ക് എന്നോട് തന്നെ പണക്കമാണ്, എനിക്ക് എന്നോട് തന്നെ വെറുപ്പാ. ചിലർ പറയുന്നൊരു വാക്കാണ്, വളരെ ഡേഞ്ചറസ് ആയൊരു വാക്ക്, എനിക്ക് എന്നോട് തന്നെ വെറുപ്പാ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു പക്ഷേ ആ കാറ്റഗറിപ്പെട്ട ഒരു വ്യക്തിയാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം തന്നെ അതേപോലെ തന്നെ ആളുകൾ പറയുന്ന ഓക്കെ, എനിക്ക് എൻ്റെ സ്വഭാവം തന്നെ എനിക്ക് ഇഷ്ടമല്ല. അപ്പം നിങ്ങൾ ഈ ഒരു കാറ്റഗറിപ്പെട്ട വ്യക്തിയാണോ? നിങ്ങൾക്ക് നിങ്ങളിലൊരു സമാധാനമില്ല, നിങ്ങൾക്ക് നിങ്ങളിലൊരു ട്രസ്റ്റ് ഇല്ല, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പ്രയാസം. കാരണം നിങ്ങളുടെ സ്വഭാവം കൊണ്ട്, നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട്, നിങ്ങളുടെ ജീവിത രീതി കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു പ്രയാസമുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ തോറ്റ പോലൊരു തോന്നലുണ്ടോ? നിങ്ങളിൽ തന്നെ ഒരു ശാപമാണെന്നൊരു തോന്നലുണ്ടോ? ഇവിടെ കർത്താവിൻ്റെ ആത്മാവ് പറയുന്നത്, ആമേൻ, കർത്താവിൻ്റെ ആത്മാവ്, ദൈവവചനം പറയുന്നത്, നിങ്ങളുടെ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് ഫ്രീഡം. അതായത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്ത, നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലേ, പരിശുദ്ധാത്മാവ് ക്ഷമിക്കാൻ സഹായിക്കും. നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നില്ലേ, പരിശുദ്ധാത്മാവ് അതിനെ സഹായിക്കും. നിങ്ങൾക്ക് മാതാപിതാക്കളെ സ്നേഹിക്കാൻ കഴിയുന്നില്ലേ, പരിശുദ്ധാത്മാവ് അതിനെ സഹായിക്കും. ആമേൻ. നിങ്ങൾക്ക് ചില ഇച്ഛകളെ ജയിക്കാൻ കഴിയുന്നില്ലേ, പരിശുദ്ധാത്മാവിനെ സഹായിക്കും. ദേഷ്യം, വല്ലാത്ത ദേഷ്യം, അതങ്ങ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, പരിശുദ്ധാത്മാവ് ആ മേഖലയിൽ നിങ്ങളെ സഹായിക്കും. ആ ഫ്രീഡം, അതായത് നമ്മൾ നിർബന്ധത്തെ ചില കാര്യം ചെയ്യത്തില്ലേ, അവർ പറഞ്ഞതുകൊണ്ടങ്ങ് ചെയ്യുക, പപ്പ പറഞ്ഞുകൊണ്ടങ്ങ് ചെയ്യുക, ഇല്ലെങ്കിൽ സാറ് പറഞ്ഞുകൊണ്ടങ്ങ് ഞാൻ അനുസരിക്കുക, ഇല്ല ഞാൻ. അപ്പോൾ അത് ചെയ്യുമ്പോൾ മനസ്സോടല്ല ചെയ്യുന്നത്, ഒരു നിർബന്ധം കിടക്കുന്നതുകൊണ്ടങ്ങ് ചെയ്യുക. പക്ഷേ ഇവിടെ എന്താണെന്നറിയോ, ആത്മാവിൽ ന്യായപ്രമാണം നിർബന്ധിച്ച് അത് ഇത് ചെയ്തില്ലെങ്കിൽ തകർക്കും, കൊല്ലും, മുടിപ്പിക്കും, നിന്റെ ജീവിതം ശൂന്യമാകും, നിനക്ക് മരണശിക്ഷ വിധിക്കപ്പെടും എന്നൊക്കെ കഠിനമേറിയ നിയമങ്ങളുള്ളപ്പോൾ ആ നിയമത്തെ ഭയന്ന്, അകത്ത് ഇതിനോട് ഒരു താല്പര്യമില്ലെങ്കിലും നിയമങ്ങളെ ഭയന്ന് ചെയ്തുകൊണ്ടിരുന്നതാ. പക്ഷേ ഇവിടെ ആത്മാവ് വന്നപ്പോൾ ഫ്രീഡം. പ്രാർത്ഥിക്കാൻ എഫേർട്ടില്ല, ദൈവസന്നിധിയിൽ ഇരിക്കാനായിട്ട് ഒരു നിർബന്ധമില്ല, ഒരു ഫോഴ്സ് ഇല്ല. നിർബന്ധമില്ല എന്നല്ല, അതായത് പ്രഷർ, എന്താ ചെയ്യാനാ എന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ, പ്രാർത്ഥിക്കാനായിട്ട് ബൈബിൾ ഒരു അധ്യായമേലും വായിച്ചില്ലെങ്കിൽ, ഇനി അങ്ങേരോട് ക്ഷമിച്ചില്ലെങ്കിൽ, ഇനി അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ, ആ നിർബന്ധങ്ങൾ മുഴുവൻ മാറി. ഫോഴ്സ്, അതായത് ഫോഴ്സ്ഫുള്ളി കർശനമായിട്ട് ചെയ്യിപ്പിക്കുന്ന രീതി മാറി. അകത്ത് വന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുക, കാരണം കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു, കർത്താവിനെ സ്നേഹിക്കുന്നു. ഞാൻ ദൈവവചനം വായിക്കുന്നത് ഈ വചനത്തിലൂടെ കർത്താവിനോട് സംസാരിക്കുന്നു. ഞാൻ ക്ഷമിക്കാൻ കാരണം ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്. ഞാൻ ദൈവത്തെ ആരാധിക്കാൻ കാരണം ഞാൻ ദൈവവുമായിട്ട് നല്ലൊരു ബന്ധത്തിലാണ്. ഞാൻ എൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കാൻ കാരണം ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. ആ ഒരു തലത്തിലേക്ക് ഫ്രീഡം, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് ഫ്രീഡം. ആമേൻ, ഹല്ലേലൂയ. ആ നിലവാരത്തിൽ നിങ്ങളെ ആക്കുന്നതാ പരിശുദ്ധാത്മാവിൻ്റെ പ്ലാൻ. ഇന്ന് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഈ ഒരു ഫ്രീഡം എത്ര ദൂരം ഉണ്ടെന്നറിയാമോ? നിങ്ങളുടെ ഒരു വാക്കിൻ്റെ ദൂരേ ഉള്ളൂ. നിങ്ങളുടെ ഒരു വാക്കിൻ്റെ ദൂരേ ഉള്ളൂ. യേശുവേ, അങ്ങാണ് എൻ്റെ കർത്താവ്, പരിശുദ്ധാത്മാവിലെ നിയന്ത്രിക്കപ്പെട്ടൊരു ജീവിതം എനിക്ക് തരണമെന്ന്, ആത്മാവെ അങ്ങയാൽ നടത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ, ഹോളി സ്പിരിറ്റ് ഈസ് റെഡി, ജീസസ് ഈസ് റെഡി. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഉള്ളിൽ നിന്ന് അകത്ത് കിടക്കുന്ന ആ ഒരു കുഴപ്പങ്ങളില്ലേ, കുഴച്ചിലുകളും മറിച്ചിലുകളും മുഴുവൻ മാറ്റി വലിയ സ്വസ്ഥത, ജീവിതത്തിലെ വലിയ ഫ്രീഡം
അത് പരിശുദ്ധാത്മാവ് തരും. ആമേൻ. നിങ്ങൾ തോറ്റെന്നും തീർന്നെന്നും പരാജയപ്പെട്ടെന്നും തോന്നുന്ന ആ പോയിന്റിൽ നിന്ന് നിങ്ങളെ ജയത്തിലേക്ക് നടത്തും. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 8-ാമത്തെ അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിന് 32-ാം വാക്യം, അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. യു ഷാൽ നോ ദ ട്രൂത്ത്, ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ. ഈ ആത്മാവ് നിങ്ങളിൽ ഒരു കാര്യം ചെയ്യും. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ, ആത്മാവിൻ്റെ പ്രത്യേകത, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പോൾ എന്താണ് ഈ ആത്മാവിലുള്ള ഫ്രീഡം? ആത്മാവിൽ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. വാട്ട് ഈസ് ട്രൂത്ത്? ഇവിടെ പറയുന്നത് സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ വാക്കിൻ്റെ അർത്ഥം എന്താ? സിമ്പിളാ. വാക്കിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ: സത്യത്തിൽ നിങ്ങൾ ഫ്രീയാ. നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ അടിമകളായിരുന്നത്. പക്ഷെ എപ്പോൾ നിങ്ങൾ ഫ്രീ ആണെന്നും നിങ്ങൾ സ്വതന്ത്രരാണെന്നുള്ള സത്യം നിങ്ങൾ എപ്പോഴറിയുന്നോ അപ്പോൾ നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ തുടങ്ങും. സ്വാതന്ത്ര്യം അവിടെ ഇല്ലാത്തത് കൊണ്ടല്ല. ഇപ്പം നിങ്ങളിപ്പോഴും ഫ്രീ ആണ്. നിങ്ങളിപ്പോഴും ആ പാപത്തിൻ്റെ ശക്തിക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ പ്രതികൂലത്തിന് നിങ്ങളുടെ മേൽ ഒരധികാരവുമില്ല. പക്ഷേ നിങ്ങളുടെ ബ്രെയിനിൽ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇല്ല പപ്പയ്ക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു, അതേ ദേഷ്യമാണ് മോനും കിട്ടിയിരിക്കുന്നത്. ആ പപ്പയ്ക്ക് ഷുഗറായിരുന്നു, നിങ്ങളുടെ പേരൻസിന് 2 പേർക്കും ഷുഗറായിരുന്നു, അതേ ഷുഗറാണ് നിങ്ങൾക്കും കിട്ടിയിരിക്കുന്നത്. പപ്പയ്ക്കും അമ്മയ്ക്കും കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു, അതേ കൊളസ്ട്രോളാണ് മോനും കിട്ടിയിരിക്കുന്നത്. ഇത് പിശാചിൻ്റെ നുണയാണ്. അപ്പം ഇവിടെ വചനം പറയുന്നത് സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ. അപ്പം അത് ഈ സത്യത്തെ ഒന്ന് അറിഞ്ഞ്, സത്യത്തെ ഒന്ന് തിരിച്ചറിഞ്ഞ്, എന്താ സത്യം? യു ആർ ഫ്രീ. കാരണം യേശു ക്രൂശിൽ മരിച്ചപ്പോൾ, ആമേൻ, വചനം എഴുതിയിരിക്കുന്നത് ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരെ മുഴുവൻ അവൻ വിടുവിച്ചു. എന്ത് ചെയ്തു? വിടുവിച്ചു. ഇനി അവൻ വിടുവിക്കാനായിട്ട് ഒരു പണിയും ഒരു പ്രക്രിയയുമില്ല, വിടുവിച്ചു. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. ആ വാക്യം ഒന്ന് വായിക്കാം. കൊലോസ്യ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം 13-ാം വാക്യം: നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ചു. അത് ഇറ്റ്സ് ഡൺ. വിടുവിച്ചു. തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. അത് നടന്നു കഴിഞ്ഞിരിക്കുക. യു ആർ ഫ്രീ. പിശാച് വന്നിട്ട് പറയാനല്ലേ ഫ്രീ അല്ല കേട്ടോ. ഇപ്പോഴും പ്രശ്നമുണ്ട്. ഇപ്പോഴും ദേഷ്യം ജയിച്ചിട്ടില്ല. ഇപ്പോഴും ആ സ്വഭാവത്തെ ജയിച്ചിട്ടില്ല. ഇപ്പോഴും ആ പ്രതികൂലം ജയിച്ചിട്ടില്ല. ഇപ്പോഴും ആ ഇന്ന കാര്യം കിടക്കുക, ഇന്ന കാര്യം അകത്തുണ്ട്, ഇന്ന പ്രശ്നം അകത്തുണ്ട്, ഇന്ന കാര്യം അകത്തുണ്ട്. നിങ്ങൾ ഭയങ്കര ദേഷ്യക്കാരനാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഇന്ന കുഴപ്പമുണ്ട്. നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. ഇത് പിശാച് വന്ന് നമ്മുടെ അടുത്ത് നുണ പറയും. നമുക്ക് സാധിക്കുന്ന കാര്യത്തെ സാധിക്കത്തില്ല എന്ന് പറയും. നമുക്ക് സാധിക്കത്തില്ല, ശരിയാ. പക്ഷേ നമ്മുടെ ധൈര്യം എന്നാ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. അപ്പോൾ ഈ കൃപ, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ നടക്കുന്നൊരു കാര്യമാണ്. ഇന്നലെ വരെ നിർബന്ധത്താൽ എങ്ങനെ ചെയ്യാൻ, ഇത് വേറെ പണിയില്ല, ഇത് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ കാര്യം ഈസി ആയിട്ട് ചെയ്യാൻ തുടങ്ങും. ആമേൻ. അപ്പോൾ നമ്മൾ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവ്, ന്യായപ്രമാണത്തിൻ്റെ നിർബന്ധത്തിൽ നിന്ന് നമ്മൾ ഒഴിവായേ. ആ പ്രമാണത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വ്യവസ്ഥകളിൽ നമ്മൾ ഒഴിവായിട്ടില്ല. അതങ്ങനെ തന്നെയുണ്ട്. അത് നമ്മൾ ചെയ്യാൻ റെഡിയാ. അത് നമ്മൾ ചെയ്യാനുള്ള ഫ്രീഡം ഇപ്പോൾ ഉണ്ട്. അത് ചെയ്യാനുള്ള ധൈര്യം നമുക്കിപ്പോൾ ഉണ്ട്. അത് ചെയ്യാനുള്ള ഒരു എഫേർട്ടും നമുക്കില്ല. അത് ചെയ്യാനായിട്ട് നമ്മളിന്ന് കഷ്ടപ്പെടി ഇങ്ങനെ ഇല്ലില്ല, അങ്ങനൊന്നും അല്ല ഇപ്പം ചെയ്യുന്നത്. കൂളായിട്ട് ചെയ്യുക. വഴി പരിശുദ്ധാത്മാവിൻ്റെ അകത്തിരിക്കുക. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കും, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ ഈ ആത്മാവ് അധികാരത്തോടെ, അഥവാ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് സ്വാതന്ത്ര്യത്തോടെ പ്രവേശിക്കട്ടെ. നിങ്ങൾ ഇന്ന് വരെ തോറ്റ മേഖലകളിൽ നിങ്ങളെ ജയാളികളാക്കുക. പേടിയാണോ നിങ്ങളെ അടക്കി വാഴുന്നത്? ഒരു ഇരുട്ടിനെ ഭയം, ചെറിയ ശബ്ദത്തെ ഭയം, വ്യക്തികളെ ഭയം, രോഗത്തെ ഭയം, ചിലർക്ക് ഓവർ ഭയമാണ്.
ആളുകളെക്കുറിച്ചുള്ള ഭയം. അവർ ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അവരങ്ങനെ ചെയ്ത് അവർ വല്ല കുഴപ്പമാക്കുമോ, അതിങ്ങനെ മാധ്യമങ്ങളിലൊക്കെ വരുമോ, അവരെല്ലാവരും അവിടെ എടുത്തിട്ടാൽ അവരെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്, നാട്ടുകാരെല്ലാം എന്നെക്കുറിച്ച് അറിയുമോ, മോശമായിട്ട് അറിയുമോ, ഭയം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ നിങ്ങൾ സ്വതന്ത്രരാണ്. ഹല്ലേലൂയ, യു ആർ ഫ്രീ ഇൻ ക്രൈസ്റ്റ്. പ്രിയപ്പെട്ടവർ, ഇവിടെ ഈ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന് തന്നെ 36-ാം വാക്യം, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. ആരാ നിങ്ങളെ സ്വതന്ത്രനാക്കിയത്? പുത്രൻ. ഹല്ലേലൂയ. പുത്രനായ യേശു ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയപ്പോൾ നമ്മൾ, ഹല്ലേലൂയ, യു ആർ ഫ്രീ ഇൻഡീഡ്. നിങ്ങൾ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾ ആയിക്കഴിഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. യു ഷാൽ നോ ദ ട്രൂത്ത് ആൻഡ് ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ. ഇവിടെ പറയുന്നത് പുത്രൻ നിങ്ങളെ വിടുവിച്ചാൽ, യു സൺ സെറ്റ് യു ഫ്രീ, യു ആർ ഫ്രീ ഇൻഡീഡ്. നിങ്ങൾ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾ വന്നിരിക്കുക. പ്രൈസ് ഗോഡ്. അകൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളെ തന്നെ വെറുക്കും, നിങ്ങളെ തന്നെ ശപിക്കും, നിങ്ങളെ തന്നെ, അതൊക്കെ ഒന്ന് മറന്നേ. അല്ല, നിങ്ങളുടെ അകത്ത് വിശുദ്ധനായ ഒരുവൻ ഇരിപ്പുണ്ട്. നിങ്ങളുടെ അകത്ത്, ആമേൻ, നിങ്ങൾക്ക് തന്നെ പ്രിയപ്പെടുന്നൊരുവൻ നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരുവൻ നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങളെ തന്നെ ചെറുതായിട്ട് ചിന്തിക്കാതെ, നിങ്ങൾ മോശക്കാരെന്ന് ചിന്തിക്കാതെ, യു ആർ ബെസ്റ്റ്. കാരണം ക്രൈസ്റ്റ് ഈസ് ഇൻ യു. ക്രിസ്തു നിങ്ങളുടെ അകത്തുണ്ട്. നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം, അങ്ങനെ യേശുവിനെ കുറിച്ച് എനിക്ക് വലിയ അറിവില്ല. വേണ്ട, യേശു നിങ്ങളെ അറിയുന്നു. നിങ്ങൾക്ക് യേശുവിനെ അറിയത്തില്ലായിരിക്കാം, ബട്ട് യേശുവിനെ നിങ്ങളെ അറിയാം. നിങ്ങളുടെ ബലഹീനത അറിയാം, നിങ്ങളുടെ ഭാരം അറിയാം, നിങ്ങളുടെ ഭയം അറിയാം, നിങ്ങളുടെ വേദന അറിയാം, നിങ്ങളുടെ അവസ്ഥ യേശുവിനറിയാം. പ്രൈസ് ഗോഡ്. അയാൾ പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കും, യേശുവേ എന്നൊന്ന് വിളിക്കാമോ? യേശുവേ, ഐ നീഡ് യു എന്നൊന്ന് പറയാവോ? കർത്താവ് നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരും. നിങ്ങളുടെ ഹൃദയത്തെ തൊടും, നിങ്ങളുടെ ജീവിതത്തെ തൊടും, നിങ്ങളുടെ അവസ്ഥയെ തൊടും. ഹി ഈസ് വെയിറ്റിംഗ് ഫോർ യുവർ കോളിംഗ്. നിങ്ങളുടെ ഒരു വാക്കിന് വേണ്ടി എൻ്റെ കർത്താവ് വെയിറ്റ് ചെയ്യുക. യേശുവേ എന്നൊന്ന് വിളിക്കാമോ? ഇപ്പോൾ, റൈറ്റ് നൗ, അവൻ നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ തയ്യാറായിട്ട് നിൽക്കുക. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നത്, പുത്രൻ നിങ്ങളെ വിടുവിച്ചാൽ സാക്ഷാൽ നിങ്ങൾ സ്വതന്ത്രരാകും. ഇപ്പം നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ യേശു എന്നൊന്ന് വിളിക്കാമോ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ മാറും. അപ്പം ദൈവവചനത്തിൽ പറയുന്നത്, പുത്രൻ നിങ്ങളെ വിടുവിച്ചാൽ സാക്ഷാൽ നിങ്ങൾ സ്വതന്ത്രരാകും. അപ്പോൾ പുത്രൻ നിങ്ങൾക്ക് വരുത്തിയൊരു വലിയ ഫ്രീഡം ഉണ്ട്. പുത്രൻ നിങ്ങളുടെ ഉള്ളിൽ തന്ന വലിയ സ്വാതന്ത്ര്യമുണ്ട്. ആമേൻ. അത് അനുഭവിക്കണമെങ്കിൽ എന്താണെന്നറിയാമോ? സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പം നിങ്ങൾ എന്താണ് അറിയേണ്ട സത്യം? പുത്രൻ നിങ്ങളെ വിടുവിച്ചിരിക്കുക. ഹല്ലേലൂയ. ആ ട്രൂത്ത് നിങ്ങളൊന്ന് അറിയാമോ? നിങ്ങളുടെ ബ്രെയിനിൽ, നിങ്ങളുടെ ചിന്തകളിൽ വാഴുന്ന ചില നെഗറ്റീവ്സ് ഇല്ലേ? നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്ന ചില നെഗറ്റീവ്സ്, നിങ്ങളുടെ ഹൃദയത്തെ അടക്കി വാഴുന്ന ചില ഭയങ്ങൾ, നിങ്ങളുടെ ഹൃദയത്തിൽ അടക്കി വാഴുന്ന ചില നിരാശയുടെ കാര്യങ്ങളില്ലേ? ആമേൻ. യേശുവേ എന്നൊന്ന് വിളിക്കാമോ? നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്ന കർത്താവാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ, ആമേൻ, നിങ്ങളുടെ ഗുണദോഷങ്ങൾ നോക്കിയിട്ടല്ല, നിങ്ങളുടെ നല്ല വശവും നിങ്ങളുടെ മോശം വശവും നോക്കിയിട്ടല്ല, നിങ്ങളോടുള്ള സ്നേഹനിമിത്തം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ മാറ്റാൻ കർത്താവ് മതിയായവനാണ്. ആകയാൽ യേശു എന്നൊന്ന് വിളിച്ചേ, ആ കർത്താവിനെ ഒന്ന് വിളിച്ചേ. ഇത് അതായത് നമ്മൾ ഒരു കാര്യത്തിനകത്ത് നമ്മുടെ മനസ്സൊന്ന് ഉറയ്ക്കട്ടെ. ഒരു കാര്യത്തിൽ നമ്മുടെ മനസ്സൊന്ന് ഉറയ്ക്കട്ടെ. കർത്താവ് ആത്മാവുള്ളിടത്ത് ഫ്രീഡം ഉണ്ട്. ഞാനിപ്പോൾ നിരാശപ്പെട്ട് ഇങ്ങനെ പെയിൻ എടുത്ത് സ്ട്രഗിൾ ചെയ്ത് അകത്തിങ്ങനെ വല്ലാത്ത ഒരു പെയിനിൽ കൂടെ അല്ല ഞാനിപ്പോൾ ന്യായപ്രമാണത്തിൽ, അല്ലാതെ ദൈവത്തിൻ്റെ വഴിയിലായിരിക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സ്ട്രെസ്സിലല്ല, എന്നെ അകത്തിരുന്ന് നയിക്കുന്ന പരിശുദ്ധാത്മാവ്. പ്രൈസ് ഗാഡ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ ധൈര്യം നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കട്ടെ. ഈ ഉറപ്പ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരട്ടെ. നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തിയ, നിങ്ങളെ ജീവനിലേക്ക് എത്തിച്ചവൻ ഇപ്പോൾ നിങ്ങളുടെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ആ ശാപം, ഉള്ളിൽ കിടക്കുന്ന നിരാശയിൽ, ഉള്ളിൽ കിടക്കുന്ന തോൽവിയുടെ ചിന്തയില്ലേ, ആ ചിന്തയെ കർത്താവ് മാറ്റുക. ഇപ്പം തന്നെ
നിങ്ങളെ ഇത്ര നാൾ നിങ്ങൾ പലവട്ടം ശ്രമിച്ചിട്ടും ജയിക്കാൻ കഴിയാത്ത ചില പാപ സ്വഭാവങ്ങൾ, ചില ക്യാരക്ടർ, ചില അഡിക്ഷൻ, യേശുവിൻ്റെ നാമത്തിൽ യു ആർ ഫ്രീ. പുത്രൻ നിങ്ങളെ വിടുവിക്കാൻ പോവുക. പുത്രൻ നിങ്ങളെ വിടുവിക്കാൻ പോവുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ, നിങ്ങൾ യേശു എന്നൊന്ന് വിളിച്ചേ. ഇപ്പം തന്നെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥയെ മാറ്റും. ഞങ്ങളുടെ നല്ല കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവ്, നിൻ്റെ വചനം പറഞ്ഞ് പുത്രൻ നിങ്ങളെ വിടുവിച്ചാൽ സാക്ഷാൽ നിങ്ങൾ സ്വതന്ത്രരാകും. കർത്താവ്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വന്നു കഴിഞ്ഞതാ. പക്ഷേ കർത്താവ്, അത് അനുഭവിക്കാൻ കഴിയാതെ, ആ സത്യം തിരിച്ചറിയാൻ കഴിയാതെ കർത്താവ് പലപ്പോഴും ഞങ്ങളുടെ ഹൃദയം അടഞ്ഞു പോകുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു, അവരുടെ ദേഷ്യ സ്വഭാവത്തിൽ നിന്ന് അവർ ഫ്രീ ആകട്ടെ. അവരുടെ കർത്താവ്, അവരുടെ അഡിക്ഷനിൽ നിന്ന് അവർ ഫ്രീ ആകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ രോഗശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ, വർഷങ്ങളായിട്ടുള്ള രോഗം എത്ര ചികിത്സിച്ചിട്ടും ഡോക്ടറെ അടുത്ത് പോയി എക്സാമിൻ ചെയ്യുമ്പോൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷേ രോഗമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ കൽപ്പിക്കുന്നു, യേശുവിൻ്റെ അടിപ്പിണറുകളാൽ വന്ന സൗഖ്യം ഇപ്പോൾ അവരുടെ മേൽ വ്യാപരിക്കട്ടെ. പരിപൂർണമായ വിടുതൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. കർത്താവ്, ഞങ്ങളുടെ ജീവനിൽ അങ്ങയുടെ കൃപയിലേക്ക് പ്രിയപ്പെട്ടവരെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്വർഗത്തിലെ അപ്പനിൽ നിന്നുള്ള വലിയ സ്വസ്ഥത എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകട്ടെ. കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന അതാ, കുടുംബ ജീവിതങ്ങളിലെ സ്വസ്ഥത ഉണ്ടാകട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി, വിടുവിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പ്രൈസ് ഗാഡ്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ തോറ്റെന്നും നിങ്ങൾ തീർന്നുപോയി, നിങ്ങൾ നന്നാകത്തില്ലെന്നൊക്കെ പിശാച് പറഞ്ഞ നെഗറ്റീവില്ലേ, ആ നെഗറ്റീവിനെയൊക്കെ യേശുവിൻ്റെ നാമത്തിലൊന്ന് പറഞ്ഞേ, ഇല്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. ആമേൻ. നിങ്ങൾ തോറ്റ് തകരാൻ വേണ്ടി ഉള്ളവരല്ല. നിങ്ങളെ തോൽപ്പിക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന വിഷയങ്ങളില്ലേ, ആ വിഷയത്തെ നിങ്ങൾ തോൽപ്പിക്കും. നിങ്ങൾക്ക് ജയം ഉണ്ടാവും. നിങ്ങൾ ഇപ്പം തീരും എന്ന് പറയുന്നില്ല. ഇല്ല, അവിടുന്ന് ഒരു പുതിയ തുടക്കം. ഈ ബാറ്ററിയൊക്കെ ചാർജ് തീർന്നു എന്ന് പറയുന്നതിനെ തൊട്ട് മുമ്പ് നമ്മളൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ജീവൻ നിലനിൽക്കത്തില്ല. അതുപോലെ ഇന്ന് ഹല്ലേലൂയ, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അവൻ്റെ അധികാരത്താൽ, അവൻ്റെ നാമത്താലുള്ള വിടുതൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഒരു തിന്മയും വരാൻ, നിങ്ങൾ ചെയ്ത ഒരു കാര്യവും ദോഷമാകാൻ, നാശമാകാൻ കർത്താവ് അനുവദിക്കത്തില്ല. ജയം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച്, നിങ്ങളെ അനുഗ്രഹത്തിന് മാതൃകയായിട്ട് കർത്താവ് നിങ്ങളെ നിർത്തട്ടെ. ഗാഡ് ബ്ലെസ് യു. ആമേൻ.